Redmi Note 12T Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Redmi Note 12T Pro എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Redmi Note 12T Proയിൽ 6.51 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരാനാണ് സാധ്യത. പിന്നെ ഇതിൽ AMOLED ഡിസ്പ്ലേ വരാൻ ചാൻസ് ഇല്ല. LCD പാനലായിരിക്കും ഈ ഫോണിൽ വരിക. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ ഈ ഫോണിൽ വരും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 20.5:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ എന്നീ കളർ വേരിയൻസ് ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatek dimensity 8200 Ultra എന്ന പ്രോസസ്സർ ഈ ഫോണിൽ വന്നേക്കാം. ഇത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. ഇതിൽ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ മിക്കവാറും ഈ ഒരു ഫോൺ കുറച്ചും കൂടി ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. പിന്നെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ കൊടുത്തിട്ടും AMOLED ഡിസ്പ്ലേ അവർ കൊടുക്കാൻ ചാൻസ് ഇല്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ മുമ്പും റെഡ്മി ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അത് Redmi K50i എന്ന സ്മാർട്ട് ഫോണിലാണ്. ആ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു Redmi Note 12T Pro എന്ന ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ Redmi K60i എന്ന പേരിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് K50i എന്ന ഫോണിൻ്റെ സക്സസറായിട്ട് ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് എത്തിയേക്കാം. അപ്പം ആ ഒരു K50iയിൽ വരുന്ന LCD പാനൽ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെയാണ് സാധ്യത. എന്നാൽ പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ഇതിൽ വന്നേക്കാം. പിന്നെ ഇതിൽ LPDDR5 റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും വരുന്നതായിരിക്കും. 12 GB റാം വരെയൊക്കെ ഇതിൽ വന്നേക്കാം. Android 13 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ചിലപ്പം ഇതിൽ 3.5mm ഓഡിയോ ജാക്കും വന്നേക്കാം. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. ഇതിൽ 64 MP മെയിൻ ക്യാമറ സെൻസർ വന്നേക്കാം. 8 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ മൂന്നാമത് 2 MP ഒരു മാക്രോ ലെൻസും വന്നേക്കാം. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 12 MP സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5080 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോൺ ചിലപ്പം Redmi K60i എന്ന പേരിൽ ലോഞ്ച് ചെയ്തേക്കാം. ഈ ഒരു Redmi Note 12T Pro എന്ന പേരിൽ ചൈനീസ് മാർക്കറ്റിലായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. എന്ന് ലോഞ്ച് ചെയ്യുന്നു വെച്ചാൽ അതിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് കാര്യങ്ങൾ ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും വരും ദിവസങ്ങളിലായിട്ട് തന്നെ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും ഇന്ത്യൻ ലോഞ്ചിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ Redmi K50i എന്ന സ്മാർട്ട് ഫോൺ ഇപ്പം 21,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം ഈ ഒരു ഫോൺ ചിലപ്പം ഒരു 22,000 23,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ലോഞ്ച് ചെയ്തേക്കാം. മാക്സിമം പോയാൽ ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും Redmi Note 12T Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.